A very fine and pleasant morning to all of you. I'm Aisha Asif. And I'm Zuhanur. Long years ago, we made a tryst with destiny, and now the time comes when we shall redeem our pledge, not wholly or in full measure, but very substantially. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. Pandit Jawaharlal Nehru, 14 August 1947. Independence Day celebration is a way to pay tribute to freedom fighters. It is a day to remember thousands of people who gave their lives for the country and its freedom. Happy Independence Day and good morning, everyone. A thoughtful mind, when it sees a nation's flag, sees not the flag but the nation itself. Now we will have the auspicious flag hosting ceremony. May I request our chief guest, Mr. Lindo Joseph, to hoist the flag. School, attention. Sternities. School, attention. झंडा ऊंचा रहे हमारा विजय विश्व तिरंगा प्यारा झंडा ऊंचा रहे हमारा विजय विश्व तिरंगा प्यारा सदा शक्ति सरसाने वाला प्रेम सुधा बरसाने वाला वीरों को हर्षाने वाला मातृभूमि का तन मन सारा झंडा ऊंचा रहे हमारा विजय विश्व तिरंगा प्यारा. Flag salute. Order. All of you stretch your right hand. India is my country, and all Indians are my brothers and sisters. I love my country, and I'm proud of its rich and varied heritage. I shall always try to be worthy of it. I shall give my parents, teachers, and all others respect and treat everyone with courtesy. To my country and my people, I pledge my devotion. In their well-being and prosperity alone lies my happiness. Jai Hind. Sternities. We are deeply privileged by the esteemed presence of the young MLA. I'm profusely elated to welcome Mr. Lindo Joseph, the Member of Legislative Assembly Thiruvombadi constituency, to deliver the Independence Day message and enlighten us. ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ്. ഓഗസ്റ്റ് 15 ഇന്ന് 75ാമത് സ്വാതന്ത്ര്യദിനാഘോഷ വേളയാണ്. 74 സംവത്സരങ്ങളായി ഇന്ത്യ സ്വതന്ത്രമായി. ഇന്ത്യയുടെ ഈ സ്വാതന്ത്ര്യം ഒരുപാട് ആളുകൾ നടത്തിയ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം തന്നെ ലഭിക്കുന്നത്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തെ ഒരുമയോടുകൂടി അതിജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യം. ഇന്ന് ഭിന്നിപ്പിച്ച് ഭരിക്കലിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോഴാണ് ഈ സ്വാതന്ത്ര്യദിനം കടന്നു വരുന്നത്. ഇന്ത്യ സ്വതന്ത്രമായി 74 വർഷം പൂർത്തീകരിക്കുമ്പോൾ 75ാമത് സ്വാതന്ത്ര്യദിനം നാം ആഘോഷിക്കുന്ന വേളയിൽ ലോകം മുഴുവൻ ഒരു പ്രതിസന്ധിയിലാണ്. കോവിഡ് എന്ന മഹാമാരി നമ്മുടെ നാടിനെയാകെ പിടിച്ചു കുലുക്കുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ ആ പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ
സാഹോദര്യത്തിൻ്റെ ഉറച്ച വാക്കുകളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരു പരിധിവരെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമുക്കതിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഒരുപാട് പ്രതിസന്ധികളിലൂടെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കടന്നു പോകുമ്പോൾ കൈമൈ മറന്നുകൊണ്ട് സഹോദരങ്ങളെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്ന ഒരുപിടി നല്ല മനുഷ്യരുള്ള നാടാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. ഈ സ്വാതന്ത്ര്യദിനം നമുക്ക് മുന്നിൽ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശവും അത് തന്നെയാണ്. ഈ സ്വാതന്ത്ര്യം എനിക്ക് മാത്രം അവകാശപ്പെട്ട സ്വാതന്ത്ര്യമല്ല, മറിച്ച് എൻ്റെ കൂടെയുള്ള, എനിക്ക് കാണാൻ വേണ്ടി കഴിയുന്ന, എൻ്റെ സമീപത്തുള്ള, അടുത്തുള്ള മുഴുവൻ ആളുകളുടെയും സ്വാതന്ത്ര്യമാണ് എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്നതാവേണ്ടതുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം. ഒരുപാട് സ്വാതന്ത്ര്യമില്ലായ്മ നമ്മുടെ നാട്ടിനകത്തുണ്ട്. അഭിപ്രായം പറയാൻ കഴിയാത്ത ചില അവസ്ഥകളുണ്ട്. സൈധൈര്യത്തോടുകൂടി ചിലതിനെ നേരിടാൻ കഴിയാത്ത പ്രയാസങ്ങളുണ്ട്. സ്വാതന്ത്ര്യം പൂർണ്ണാർത്ഥത്തിലേക്ക് എത്തിക്കാൻ മതനിരപേക്ഷതയുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. സാഹോദര്യമെന്ന വലിയ സന്ദേശം നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. ഈ സ്വാതന്ത്ര്യദിനാഘോഷം കോവിഡ് എന്ന മഹാമാരി നമ്മളെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. കണ്ണിൽ കാണാൻ കഴിയാത്ത ഒരു ചെറിയ ഒരു അണുവിൽ നിന്നാണ് ഈ ലോകത്തെ മുഴുവൻ കൂട്ടിയിടാൻ കഴിയുന്ന നിലയിലേക്ക് മാരകമായ ഒരു രോഗമായി കോവിഡ് എന്ന് പറഞ്ഞ മഹാമാരി മാറി. ഏത് ചെറിയവനും ഏത് വലിയവനെയും പിടിച്ചു നിർത്താൻ കഴിയും, അല്ലെങ്കിൽ അവനെ ഒതുക്കി നിർത്താൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. നമ്മളാരും വലിയവരുമല്ല, നമ്മളാരും ചെറിയവരുമല്ല. നമ്മളിലുള്ളത് മാനവ സ്നേഹം മാത്രമായിരിക്കണം എന്ന് മാത്രം അടയാളപ്പെടുത്തുന്ന ഒരു സ്വാതന്ത്ര്യ ദിനമായി നമുക്ക് ഈ സ്വാതന്ത്ര്യ ദിനത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയണം. സ്വാതന്ത്ര്യ ദിനാശംസകൾ ഏവർക്കും നേരുകയാണ്. പ്രസന്റ് ഇംഗ്ലീഷ് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഏറ്റവും കൃത്യമായ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം ഈ രാജ്യം മുഴുവനുള്ള ആളുകൾക്കും ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ദിനങ്ങളുടേതായി മാറാൻ കഴിയട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ച് ഒരിക്കൽ കൂടി പ്രസന്റ് ഇംഗ്ലീഷ് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. We are much obliged to you, Mr. Linda Joseph, for the valuable time you have spent for us. Kindly accept our sincere gratitude. Now let's lend our ears to Miss Jaza, Class 11, for the Independence Day message. Being born and living in a free country is the greatest blessing for a man. Just imagine the pangs of anguish of being enslaved under a colonial rule. Respected principal, teachers, and my dear friends, a very good morning to everyone, especially on the occasion of celebrating the 75th birthday of the nation. Friends, we are not just celebrating our freedom, we also pay tribute to the ones who fought for it and to the ones who sacrificed for the same. The idea of being an independent nation ensures sovereign power to the people, but the same power places a huge responsibility and accountability on our shoulders. On this occasion, our thoughts turn first to Mahatma Gandhi, the man behind our struggle for freedom, and the martyrs who made the supreme sacrifice for our country's liberty. We are also reminded of the relentless struggle of our great patriots who liberated our motherland from the colonial rule. Friends, I don't just consider 15th August as a day just for ceremonial celebrations. This day is a plethora of emotions. It reminds us of the pain of being enslaved, of the strength in unity, and it defines sacrifice and non-violence. It also celebrates the age-old principle Satyameva Jayate. It makes us value and cherish the freedom we have today.
It is our responsibility as a proud citizen of this country to sincerely perform our duty and progress together for the growth and development of our country. Keeping the sacrifices of our ancestors in mind, let us take an oath to carve a better future for our motherland. Jai Hind. Thank you, Ms. Jaza. We are sincerely elated by the message. I would like to call upon Mr. M. Latif Sahib, Secretary of IWT, to deliver his message. സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, അധ്യാപകന്മാരെ, നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം ലഭിച്ച് 75ാമത്തെ വർഷത്തിലാണുള്ളത്. ആ ദിവസത്തെക്കുറിച്ച് നാം ഇന്ന് ആഘോഷിക്കുകയാണ്. നമ്മോടൊപ്പം ആഘോഷിക്കുന്നത് ഇന്ത്യയിലെ മുഴുവനും ജനങ്ങൾ ഒരുമിച്ചാണ്. മാത്രവുമല്ല, ലോകം മുഴുവനും ഇന്ന് ഇന്ത്യയുടെ 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിച്ച ആ ദിവസം ഓരോ വർഷവും കടന്നു വരുമ്പോൾ അതിനെക്കുറിച്ച് ധാരാളം നാം ഓർക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ കൂട്ടുകാരെ, പ്രാണവായുവിൻ്റെ മഹത്വമാണ് സ്വാതന്ത്ര്യത്തിനുള്ളത്. പ്രാണവായു നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വില നാം അറിയുന്നത്. അതുപോലെ തന്നെയാണ് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോഴാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വേദന നമുക്ക് ബോധ്യപ്പെടുന്നത്. ഈ സന്ദർഭത്തിൽ എൻ്റെ കൂട്ടുകാർ ഓർക്കേണ്ടതുണ്ട്, ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അടിമകളെപ്പോലെ കഴിഞ്ഞുകൂടുന്ന, സ്വന്തം നാട്ടിൽ നിന്നും മാറ്റിയോടിക്കപ്പെടുന്ന ഒട്ടേറെ മനുഷ്യന്മാർ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുണ്ട്. അവരും മനുഷ്യന്മാർ തന്നെയാണ്. അവർക്ക് വീടില്ല, കുടിലില്ല, സ്വന്തം രാജ്യമില്ല, കൃഷിഭൂമി പോലുമില്ല. ഒരു തുണ്ടുഭൂമി പോലും, ലോകത്തിൻ്റെ തുണ്ടുഭൂമി പോലും അവർക്കായി ഇല്ലാതെ പോയിരിക്കുന്നു. അവർ അങ്ങാടികളിൽ, ചാരങ്ങളിലും ഓരത്തുമാണ് അവർ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഡൽഹിയിലും ബോംബെയിലും ഒക്കെ തന്നെ തെരുവോരങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വ്യത്യസ്ത നാടുകളിൽ നിന്നും വന്നവരാണ്. ഇവർക്ക് എന്ത് സ്വാതന്ത്ര്യമാണുള്ളത്? അവരെക്കുറിച്ച് നാം ഓർക്കേണ്ടതുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന നമുക്കത് അറിയുകയില്ല. അതിൻ്റെ വേദനകളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നമുക്കറിയുകയില്ല. മഹാത്മാഗാന്ധിയെ പോലെയുള്ള മഹത്തുക്കൾ ഈ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ നിന്നും, അവരുടെ കിരാതമായ ഭരണ നിയമത്തിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഒരുപാട് ആളുകൾ ലോകത്തോട് വിട പറഞ്ഞിട്ടാണ്. അവർ വധിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വീടും ഭൂമിയുമില്ലാതെ അവർ യാത്ര പോകേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ സ്വാതന്ത്ര്യം നാം അത് നഷ്ടപ്പെടുത്തരുത്. ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, അങ്ങേയറ്റത്തെ സ്നേഹവും സാഹോദര്യത്തോടും കൂടിയായിരിക്കണം. എങ്ങനെയായിരുന്നോ ഗാന്ധിജി സ്വാതന്ത്ര്യം നേടിത്തന്നത്, അത് നമ്മുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത്. ഇന്ത്യയിൽ ഒരുപാട് മതവിഭാഗങ്ങളാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്ത ചിന്താഗതികളാണുള്ളത്. വ്യത്യസ്ത കർമ്മങ്ങളും ആരാധനകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത ചിന്താഗതികളുള്ള ആളുകളാണുള്ളത്. പക്ഷേ നമ്മുടെ മനസ്സൊന്നായിരിക്കണം. നമ്മുടെ ആശയവും ആദർശവും വ്യത്യസ്തമാണെങ്കിലും നമ്മുടെ മനസ്സ് ഒന്നായിരിക്കണം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഐക്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി നാം മുന്നോട്ട് പോകണം. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഈ സ്വാതന്ത്ര്യം നേടിത്തന്നത് അഹിംസയിലൂടെയാണെന്ന് കൂടി നാം ഓർക്കേണ്ടതുണ്ട്. അഹിംസ എന്ന് പറഞ്ഞാൽ അതിന് വിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു പദമാണ്. നമ്മുടെ ലക്ഷ്യവും മാർഗവും ശുദ്ധമായിരിക്കണം. എങ്കിലേ നമുക്ക് ഈ സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ ആസ്വദിക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ഹാനികരമായ യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് ഈ ദിവസത്തിൽ നാം പ്രതിജ്ഞയെടുക്കണം. നാം പിരിഞ്ഞു പോകുമ്പോൾ, നാം ഈ ആഘോഷത്തിൽ നിന്നും നാം പതാക ഉയർത്തി സ്കൂളിൽ നിന്ന് വിട പറയുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. ഈ കഴിഞ്ഞ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രങ്ങൾ ഓരോ വിദ്യാർത്ഥികളും നാം വായിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അതിൽ നിന്നും ധാരാളം പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you, sir, for your inspiring speech.
Now let me welcome Kumari Sayali Sandosh, Class 8B for a Hindi speech. ए मेरे वतन के लोगों, तुम खूब लगा लो नारा, यह शुभ दिन है सबका, लहरा लो तिरंगा प्यारा। आदरणीय प्रधान अध्यापक, गुरुजनों और मेरे प्रिय साथियों, आप सबको मेरी ओर से स्वतंत्रता दिवस की हार्दिक शुभकामनाएं। भारत को ब्रिटिश हुकूमत से 15 अगस्त 1947 को आज़ादी मिली, यानी कि पूर्ण स्वराज। हमारे प्रथम प्रधानमंत्री जवाहरलाल नेहरू जी ने आज़ादी के इस दिन को स्वतंत्रता के रूप में मनाने का ऐलान किया। इस वर्ष हम भारतवासी हमारे देश भारत का 75वां स्वतंत्रता दिवस मना रहे हैं। स्वतंत्रता का मतलब केवल सामाजिक और आर्थिक स्वतंत्रता ही नहीं, बल्कि एक ऐसा वातावरण जहाँ कोई प्रकार की जोर ज़बरदस्ती ना हो और हर व्यक्ति को अपनी बात स्वतंत्र रूप से रखने का हक हो। हम आज दुनिया के एक स्वतंत्र, प्रगतिशील और शक्तिशाली देश है। हमारे पास दुनिया के सबसे बड़ा लोकतंत्र है। हम जिस खुली हवा में सांस ले रहे हैं वह हमारे पूर्वजों के बलिदान और त्याग का परिणाम है। आज पूरी दुनिया एक महामारी की चपेट में फंसा हुआ है। जैसे कि हम जानते हैं कि कोरोना वायरस के कारण पूरा देश करीब 2 साल से बहुत परेशानी का सामना कर रहा है। हमें इस माहौल से बाहर आना ही पड़ेगा। वैज्ञानिकों द्वारा इस पर लगातार शोध जारी है। वर्तमान में इस बीमारी से बचाव के लिए सामूहिक दूरी का पालन और मास्क लगाना जरूरी है। डर नहीं, सतर्कता की ज़रूरत है। स्वतंत्र देश के नाते हमें अपने आप से यह वादा करना है कि हम अपने देश के विकास को ऊंचाइयों तक ले जाएंगे। ऐसे में देश के हर नागरिक को देश की प्रगति को ध्यान में रखकर काम करते रहना चाहिए, क्योंकि ऐसे कई क्षेत्र हैं जहां भारत को मजबूत होने की ज़रूरत है और हमें फिर से भारत को सोने की चिड़िया बनाना है, ताकि हमारे देशभक्तों और शहीदों का बलिदान व्यर्थ ना हो जाए। इतना कहते हुए एक शायरी पढ़कर मैं अपनी वाणी को विराम देना चाहती हूँ। यह बात हवाओं को बताए रखना, रोशनी होगी चिरागों को जलाए रखना। लहू देकर जिसकी हिफाजत की हमने, उस तिरंगे को सदा दिल से बसाए रखना। जय हिंद। It was a wonderful speech. Thank you, Miss Sayali. I cordially invite our Assistant Manager, Mr. Ibrahim Master, to address the gathering. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ എല്ലാവർക്കും ഊഷ്മളമായ ആശംസകൾ. രാജ്യം വിവിധ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. കോവിഡുണ്ടാക്കിയ വളരെ പ്രയാസകരമായ അന്തരീക്ഷം, അതോടൊപ്പം രാജ്യത്തിൻ്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യുന്ന ആഭ്യന്തരവും വൈദേശികവുമായ ഭീഷണികൾ. ഈ ഒരു അവസ്ഥയിൽ വിദ്യാർത്ഥികൾ, അധ്യാപകർ, പൊതുസമൂഹം എന്ന നിലയ്ക്ക് നമുക്ക് രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുന്നതിന് ഒന്നിച്ചു നിന്ന് പോരാടാം എന്ന് നമുക്ക് ഈ തരുണത്തിൽ പ്രതിജ്ഞ ചെയ്യാം. സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ ഭരണ സ്വാതന്ത്ര്യം മാത്രമല്ല, രാജ്യത്തെ ഓരോ പൗരനും അവസര സമത്വവും തുല്യതയും ലഭിക്കുമ്പോഴാണ് നമ്മുടെ സ്വാതന്ത്ര്യം പൂർണ്ണമാവുക. അതിന് ഇനിയുള്ള അവസരങ്ങൾ നാം ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഭാരത്, ജയ് ഹിന്ദ്. Thank you, sir, for your inspiring speech. Songs have always played a significant role in the Indian independence movement.
as they ignited patriotic spirit among the masses. Now, let's immerse in such a song by Anina Mirza, and Fajali Ajwa, Aisha Nafla, Amna Nahla, and Mehna. तीन रंग का प्यारा प्यारा झंडा ऊंचा रहे हमारा। तीन रंग का प्यारा प्यारा झंडा ऊंचा रहे हमारा। आओ इसको शीश झुकाए, जन गण मन का गाना गाए। आओ इसको शीश झुकाए, जन गण मन का गाना गाए। तीन रंग का प्यारा प्यारा झंडा ऊंचा रहे हमारा। कदम मिलाकर बढ़ते जाए, इस झंडे की शान बढ़ाए। कदम मिलाकर बढ़ते जाए, इस झंडे की शान बढ़ाए। झंडा अपनी जान से प्यारा, झंडा ऊंचा रहे हमारा। तीन रंग का प्यारा प्यारा झंडा ऊंचा रहे हमारा। तीन रंग का प्यारा प्यारा झंडा ऊंचा रहे हमारा। तीन रंग का प्यारा प्यारा झंडा ऊंचा रहे हमारा। हिंदू मुस्लिम सिख ईसाई हम आपस में भाई भाई। हिंदू मुस्लिम सिख ईसाई हम आपस में भाई भाई। हम सबको ये झंडा प्यारा, झंडा ऊंचा रहे हमारा। तीन रंग का प्यारा प्यारा झंडा ऊंचा रहे हमारा। तीन रंग का प्यारा प्यारा झंडा ऊंचा रहे हमारा। तीन रंग का प्यारा प्यारा झंडा ऊंचा रहे हमारा। तीन रंग का प्यारा प्यारा झंडा ऊंचा रहे हमारा। Thank you, School Choir, for the wonderful refreshment. Next, I humbly invite our respected principal, the navigator of our school, to share his thought-provoking message. Good morning, dear children. Today, we are celebrating the 75th day of our independence. 75 years back, on this day, a new free India was born and the legacy continues. 75 years is a long time, and there remain only a few old people who have had the real experiences of the imperial yoke. The generation who selflessly sacrificed for freedom and who delineated its fundamental ideals have left, and the concept of freedom and the ideals it stood for have traveled through at least 4 to 5 generations
down the line. And it's high time that we, as a nation, have an introspection. It's very alarming to see that the political powers who govern us are trying to manipulate the clauses of the Constitution to enable them to enjoy unquestioned powers which the Britishers once enjoyed. Are we getting enslaved by our own people? Though the Supreme Court of the country manages to negate most of these detrimental amendments, unless and until each and every citizen questions the unjust practices of those who govern us, the hard-won freedom will not last long. Just like a soldier who safeguards his nation from its enemies, we have to protect the constitutional rights bestowed upon us at any cost. Let me also remind you all, along with the rights, we have our fundamental obligations to our nation. By fulfilling our duties, let's once again free India from the clutches of the neo-colonial elements and add glory to the biggest democracy in the world. Let us be more responsibly free. Wishing you all a safe and happy Independence Day. Jai Hind. Thank you, Prakash sir, for warming our hearts. I welcome Kumari Megha Satyajit P, Class 10B to deliver a speech. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഇത് പ്രശസ്ത കവി ശ്രീ വള്ളത്തോളിൻ്റെ വരികളാണ്. ഓരോ പൗരൻ്റെയും സിരകളിൽ ഓടുന്ന രക്തത്തിൽ അലിഞ്ഞു ചേരേണ്ട ഒരു വികാരമാണ് ദേശസ്നേഹമെന്ന് ഈ വരികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 15. ഇന്ത്യ എന്ന നമ്മുടെ ദേശം കഴുകന്മാരുടെ അധീനതയിൽ നിന്ന് സ്വതന്ത്രമായിട്ട് ഇന്നേക്ക് 74 വർഷം. ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം തിരികെ നേടിയെടുത്തതിൻ്റെ ആവേശപൂർവമായ ഓർമ്മ പുതുക്കലാണ് ഓരോ ഓഗസ്റ്റ് 15. 74 വർഷത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ സ്മരണയ്ക്കായി ഭാഷയുടെയും വേഷത്തിൻ്റെയും അതിർത്തികളെല്ലാം മറന്ന് ഓരോ ഭാരതീയനും ഒന്നിക്കും. രാജ്യമെങ്ങും ത്രിവർണ പതാക വാനോളം ഉയർത്തുമ്പോൾ ജാതി മത വർണ്ണ വിവേചനമില്ലാതെ ആഘോഷിക്കും. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അധിപരെ പോലും മുട്ടുമടക്കിച്ച നിശ്ചയദാർഢ്യത്തോടെ ആത്മബലത്തോടെ പോരാടിയ പൂർവികരുടെ കഥകൾ പുതുതലമുറയ്ക്കായി വീണ്ടും വീണ്ടും മടുപ്പില്ലാതെ പറയും ഓരോ ഭാരതീയനും. ഇന്ത്യൻ ജനതയുടെ ഹൃദയമിടിപ്പിൻ്റെ താളം തെറ്റിച്ച നാളുകളായിരുന്നു സ്വാതന്ത്ര്യ സമരകാലം. ജന്മനാടിനെ സ്വതന്ത്രമാക്കാൻ ഇറങ്ങിത്തിരിച്ചവരുടെ ഒരു വലിയ നിര തന്നെ ഉണ്ടായി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്ന ആത്യന്തിക ലക്ഷ്യത്തോടെയുള്ള ചരിത്രപരമായ സംഭവ വികാസങ്ങൾ അണിനിരന്ന ഒരു പരമ്പരയായിരുന്നു 1857 മുതൽ 1947 വരെ. ഓരോ സ്വാതന്ത്ര്യ സമര സേനാനിയുടെയും കണ്ണിൽ ജ്വലിച്ച അഗ്നിയാണ് നാം ഇന്നീ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. 1700കളുടെ തുടക്കത്തിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആരംഭം കാണാം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സാമ്രാജ്യ വ്യാപനം തുടങ്ങുന്ന കാലത്തായിരുന്നു ഇത്. 1900കളിലെ മുഖ്യധാര സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചുക്കാൻ പിടിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. ആദ്യകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രധാന മിതവാദി നേതാക്കളുടെ ആവശ്യം ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ ഇന്ത്യക്ക് ഡൊമീനിയൻ പദവി വേണമെന്നായിരുന്നു. 1857 ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽക്കാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾക്ക് ശക്തി പ്രാപിച്ചത്. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടടുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഗാന്ധിജിയും മറ്റും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്ക് എത്തിയത് സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് കൂടുതൽ കരുത്തേകി. ഇനിയും നിങ്ങളുടെ രക്തം തിളയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഞരമ്പുകളിൽ ഓടുന്നത് വെറും വെള്ളമായിരിക്കും. മാതൃഭൂമിയുടെ സേവനത്തിനു വേണ്ടി അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ യുവത്വം എന്ന് പറഞ്ഞ ചന്ദ്രശേഖർ ആസാദും സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ ബാലഗംഗാധര തിലകും നിങ്ങൾ എനിക്ക് രക്തം തരൂ,
ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസും അഹിംസയുടെ വഴിത്താരയിൽ മുന്നേറിയ മഹാത്മാഗാന്ധിയും ആ തോളോട് ചേർന്ന് യത്നിച്ച ജവഹർലാൽ നെഹ്റുവുമെല്ലാം ജന്മനാടിനു വേണ്ടി പൊരുതിയ വീരയോദ്ധാക്കളിൽ ചിലർ മാത്രം. ആയിരക്കണക്കിന് ധീരന്മാരാണ് രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ചത്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ലോകം മുഴുവൻ നിദ്രയിലാണ്ടപ്പോൾ 2 നൂറ്റാണ്ടുകാലം നീണ്ടുനിന്ന വിദേശാധിപത്യത്തെ തകർത്തെറിഞ്ഞാണ് ഭാരതം ഒരു പുത്തൻ യുഗത്തിലേക്ക് പ്രവേശിച്ചത്. പാരതന്ത്ര്യത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻവെളിച്ചത്തിലേക്ക് പദമൂന്നിയ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. പിന്നീട് ഡോക്ടർ BR അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുകയും 1950 അത് നിലവിൽ വരുകയും ചെയ്തു. വികസനം, ഭരണം, സാങ്കേതിക വിദ്യ, പരിഷ്കരണം, പുരോഗതി, നയം, അതിജീവനത്തിൻ്റെ അധ്യായങ്ങൾ ഓരോന്നും താണ്ടി പൂർണ്ണതയിലേക്ക് കുതിക്കുകയാണ് ഭാരതം. ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം ഒട്ടേറെ പരിമിതികൾക്കകത്താണ്. കാരണം കൊറോണ വൈറസ് ലോകമൊട്ടാകെ വ്യാപിച്ച് ജനതയെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. കൊറോണ വൈറസിനെ തടുക്കാനുള്ള ഗവേഷണത്തിലാണ് വൈദ്യശാസ്ത്ര ലോകം. ഈ പ്രതിസന്ധികളിലും ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ ജനത എന്നതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. എല്ലാ ഭേദവിചാരങ്ങളും മറന്ന് നമ്മുടെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ നാം തയ്യാറാകണം. ഒരു വികസ്വര രാഷ്ട്രം എന്ന നിലയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഭാരതത്തെ ദുർബലപ്പെടുത്താൻ രാജ്യത്തിനകത്തും പുറത്തും നിന്നുണ്ടാകുന്ന എല്ലാ ശ്രമങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാണ്. മനസ്സിലും ആത്മാവിലും ശരീരത്തിലും സ്വാതന്ത്ര്യമുണ്ടാകട്ടെ. ഈ സ്വാതന്ത്ര്യ ദിനം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നൽകട്ടെ എന്ന് ആശീർവദിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. Thank you, Kumari Megha Satyajit, for an inspiring speech. Showing gratitude is one of the simplest yet most powerful things humans can do for each other. It's time to express our gratitude towards everyone. Now I invite Miss Jayashree, our beloved headmistress, to deliver word of thanks. Ask not what your country can do for you. Ask what you can do for your country. A warm and cherished morning to everyone. I hope you all are safe and secure during this pandemic time. The COVID-19 pandemic has altered the normal lifestyle of people across the globe. The virtual world has come to the rescue. Today, we are celebrating 75th Independence Day. On this day, we remember our freedom fighters with full energy. Our visionary leaders dreamt of unity in diversity. Freedom does not come easily. We are all indebted to our national heroes who made this country what it is today. Our nation has gone through many difficult times. Today, we are collectively facing COVID-19 pandemic threat that has created global health crisis and has had a deep impact on our lives. These are difficult times when we must join our hands in a common endeavor with a strong belief that better days are ahead of us. If we remain united and responsible, then we will be able to overcome it. On this auspicious day of independence, I feel extremely proud to have the opportunity to propose vote of thanks on behalf of Pleasant English School. I would like to express my heartfelt gratitude to our chief guest, Mr. Lindo Joseph, who shifted his focus from the race track to the Maidan of humanity to serve the people. Thank you very much, sir, for your valuable presence and message. It's my pleasure to extend my gratitude to the Secretary of IWT, Mr. Abdul Latif, sir. Thank you very much, sir, for your valuable presence. I take immense pleasure in thanking our respected Assistant Manager, Mr. Ibrahim, sir. Thank you very much, sir. Next, my heartfelt thanks goes to Mr. T. Prakash, Principal, for his constant guidance throughout the year. Thank you, sir. My sincere gratitude goes to the coordinator of the program, Mr. Najib,
and all teachers and non-teaching staff who helped to make this program a grand success. Thank you. We would like to acknowledge our gratitude to the teachers and all participants of today's program. It was indeed outstanding. Last but not the least, my gratitude goes to all parents and my beloved students. I wish all my students a very happy Independence Day. Proud to be an Indian. Thank you. Unfortunately, at the end of the day, we need to say goodbye, no matter we don't want to. Yes, it is time to end this awesome day and say goodbye. This is Zuha Noor with Aisha Asif signing off. Thank you. School, attention. Assembly, disperse.